അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 5ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ 3ാമത്തെ പാഠത്തിൻ്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 4 പാഠങ്ങളാണ് കാക്കൊല്ല പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ പാഠം നമ്മൾ 2ാം പാഠം പറഞ്ഞതുപോലെ വളരെ എളുപ്പമുള്ള ഒരു പാഠമാണ്. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഒരു വാക്യം, ആ വാക്യം ഒരു പ്രവൃത്തി കൊണ്ട് എങ്ങനെ തുടങ്ങാം, അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിലൊരു കഥയാണ് ആദ്യം പറയുന്നത്. ഈ കഥ നിങ്ങളെല്ലാവരും കേട്ടൊരു കഥയാണ്. അതായത് ഞാൻ പറയാം കഥ. അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്ന നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലേ, മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു, ഓറ കഥയാണ് ഇതിൽ പറയുന്നത്. അവർ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് ഉമ്മ എന്ത് ചെയ്തു? പഠിക്കാൻ വേണ്ടി, ദർസിൽ പഠിക്കാൻ വേണ്ടിയിട്ട് വേറൊരു നാട്ടിലേക്ക് പറഞ്ഞയക്കാണ്. അങ്ങനെ അന്നിങ്ങനെ വാഹനങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ യാത്രാ സംഘം ഇങ്ങനെ പോകുന്നുണ്ടാവും ഒരു നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക്. അപ്പോൾ അവരെ കൂടെ പറഞ്ഞയച്ചു കുട്ടീനെ. പോകുമ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്തു? ഉമ്മ സ്വർണ്ണ നാണയം കൊടുത്തു. കുട്ടി പഠിക്കാൻ വേണ്ടി പോവല്ലേ, അപ്പോൾ അവിടെ കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. കുട്ടിക്ക് വേണ്ടി സ്വർണ്ണ നാണയം എന്ത് ചെയ്തു? കുട്ടീൻ്റെ പാൻറ്റിൽ തുന്നിയിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് ഉമ്മ പറഞ്ഞ്, ഒരിക്കലും നീ കളവ് പറയാൻ പാടില്ല, സത്യം പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ യാത്രാ സംഘത്തോടൊപ്പം പോയപ്പോൾ കൊള്ളക്കാർ പിടിച്ചു. ആരെ? ഈ കുട്ടീനെയും കുട്ടീൻ്റെ കൂടെയുള്ള യാത്രക്കാർ. കുട്ടീനോട് ചോദിച്ചു, എന്താണ് നിൻ്റെ അടുത്തുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, എൻ്റെ അടുത്ത് ഉമ്മ തന്ന സ്വർണ്ണ നാണയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം കൊള്ളക്കാരോട് ആരെങ്കിലും സത്യം പറയുമല്ലോ, സാധാരണ ആരും സത്യം പറയലില്ല. പക്ഷേ സത്യം പറഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പോൾ കള്ളന്മാർ നേതാവ് ഉണ്ടായില്ല. അപ്പോൾ നേതാവ് വന്നിച്ച് വീണ്ടും കുട്ടീനോട് ചോദിച്ചു, എന്താ നിൻ്റെ അടുത്തുള്ളത് ചോദിച്ചു. അപ്പോൾ കുട്ടി സത്യം പറഞ്ഞു, എൻ്റെ അടുത്ത് സ്വർണ്ണ നാണയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ നീ ഇങ്ങനെ സത്യം പറയാനുണ്ടായ കാരണം എന്താണ്? ഞങ്ങളോട് എന്താ കളവ് പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ്, എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും കളവ് പറയാൻ പാടില്ല. അപ്പോൾ ആ കൊള്ളക്കാർ ആകെ അത്ഭുതപ്പെട്ടു. അല്ലാ, ഉമ്മാനെ പേടിച്ചിട്ടാണല്ലോ ഈ കുട്ടി കളവ് പറയാത്തത്. പക്ഷേ ഞാൻ എൻ്റെ റബ്ബിനെ, പടച്ചോനെ പേടിച്ചിട്ട് ഞാൻ ഈ കളവ് ചെയ്യുന്നുണ്ടല്ലോ, കൊള്ള ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ മനുഷ്യൻ നന്നായി, ആ കൊള്ളക്കാർ നന്നായി എന്നാണ് ചരിത്രം. നമുക്കതൊന്നുമല്ല പഠിക്കാൻ, നമുക്ക് കഥ ഒന്നും പരീക്ഷയ്ക്ക് വരില്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലായിക്കോളൂ. നമുക്ക് കഥ ഒന്നും അല്ല വരിക. നമുക്ക് നോക്കാം. ഖറജ തിഫ്ലുൻ ഇലാ ബഗ്ദാദ യത്ലുബുൽ ഇൽമ. ഇവിടെ ഏതെങ്കിലും വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയോ? ഇദ്ദേഹം പറഞ്ഞ ബഗ്ദാദ് പറഞ്ഞ ഒരു നാടിൻ്റെ പേരാണ്. തിഫ്ല് പറഞ്ഞാൽ കുട്ടിയാണ്. അപ്പം എന്തായി? തിഫ്ല് പുറപ്പെട്ടു ഇലാ ബഗ്ദാദ, ബഗ്ദാദിലേക്ക്, യത്ലുബുൽ ഇൽമ, അറിവ് പഠിക്കാൻ. ഈ ഖറജ എന്ന് പറഞ്ഞ എഴുതിക്കോളി, മനസ്സിലായിക്കോളി, പുറപ്പെട്ടു, അതായത് പോയി എന്നർത്ഥം. അഅതതുഹു ഉമ്മുഹു, ഉമ്മ നൽകി 40 ദീനാർ, 40 സ്വർണ്ണ നാണയം. വഖാലത്ത് ലഹു, ഉമ്മ കുട്ടിനോട് പറഞ്ഞു, ഉസ്ദുഖ്, സത്യം പറയണം, വലാ തക്ദിബ് അബദ, ഒരിക്കലും, നെവർ, ഒരിക്കലും കളവ് പറയരുത്. സാഫറ തിഫ്ലു, കുട്ടി യാത്ര പോയി, മായ കാഫിലത്തിൻ, യാത്രാ സംഘത്തോടൊപ്പം. ഇതൊക്കെ നോട്ട് ചെയ്തോളെ, ഈ സെൻറ്റൻസുകൾ, ഈ വാക്കുകളൊക്കെ നോട്ട് ചെയ്തോളെ. ഏതാ? വഫി തരീഖി, വഴിയിൽ, അഖദൽ കാഫിലത്ത ജമാഅത്തും മിനൽ ലുസൂസി, ഈ യാത്രാ സംഘത്തെ എന്ത് ചെയ്തു? കൊള്ളക്കാരിൽ നിന്നുള്ള ഒരു സംഘം പിടിച്ചു. ഫസഅല ലിസ്സും മിൻഹും, അങ്ങനെ അവരിൽ നിന്നുള്ള ഒരു കളവ് നടത്തുന്ന ആൾ ചോദിച്ചു അത്തിഫ്ല, കുട്ടിനോട്, മാ മാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് വിത്ത് യു എന്നർത്ഥം. എന്താണ് നിൻ്റെ കൂടെ ഉള്ളത്? എന്താണ് നിൻ്റെ കൂടെ ഉള്ളത്? കാല, അപ്പോൾ കുട്ടി പറഞ്ഞു, മായി 40 ദീനാറ്. കുട്ടി സത്യം പറഞ്ഞു, എൻ്റെ അടുത്ത് 40 ദീനാറുണ്ട്. ലന്നൽ ലിസ്സു, അപ്പോൾ ഈ കൊള്ളക്കാരൻ ധരിച്ചെന്ത്? കൊള്ളക്കാരൻ വിചാരിച്ചു, അന്ന തിഫ്ല യക്ദിബു, ഈ കുട്ടി നമ്മളെ പറ്റിക്കുന്ന കേട്ടാ, കളവ് പറയുന്ന. ഫദഹബ ബിഹി ഇലാ കബീരിൽ ലുസൂസ്, അങ്ങനെ കുട്ടിനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്തു? വലിയ കള്ളൻ്റെ അടുത്ത് കൊണ്ടുപോയി.
ഫസഅല തിഫ്ല, കുട്ടീനോട് ചോദിച്ചു മാക്ക് എന്താ കൂടെ ഉള്ളത് ചോദിച്ചു. കാലമായി 40 ദീനാർ, അതേ ഉത്തരം തന്നെ പറഞ്ഞു. എൻ്റെ കൂടെ 40 ദീനാർ ഉണ്ട്. വഖറജ മാ മഅഹു മിന ദീനാർ, അങ്ങനെ 40 സ്വർണ്ണ നാണയം എന്ത് ചെയ്തു, കുട്ടി പുറത്തെടുത്തു. ഫസഅലഹു കബീറുൽ ലുസൂസ്, അപ്പൊ കൊള്ളക്കാരുടെ നേതാവ് ചോദിച്ചു മാ ഹമലക അല സിദ്ഖ്, എന്തുകൊണ്ട് അങ്ങനെ സത്യം പറഞ്ഞത്, സത്യം പറയാണ്ടായ കാരണം എന്താ? അജാബ തിഫ്ലു, അപ്പൊ കുട്ടി ഉത്തരം പറഞ്ഞു ഔസത്തിനി ഉമ്മി ബിസിദ്ഖ്, എൻ്റെ ഉമ്മ എന്നോട് സത്യം മാത്രം പറയണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. വക്കാലത്തിലാക്കത്തക്കതി ബാബദ, ഉമ്മ എന്നോട് പറഞ്ഞിട്ട് ഒരിക്കലും കളവ് പറയരുത്. ഇതൻ ബക്കാ കബീറുൽ ലുസൂസ്, ഇത് കേട്ടപ്പോ കള്ളന്മാരെ നേതാവ് കരഞ്ഞു. ബക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? കരഞ്ഞു. പഠിച്ചു വെച്ചോ, ബക്കാ കബീറുൽ ലുസൂസ്. വഖാല യാ ബുനയ്യ, എൻ്റെ പൊന്നു മോനെ, അൻത തഖാഫു അൻ തഅസിയ ഉമ്മക്, നിങ്ങളെ ഉമ്മാനെ പേടിച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞതിനെതിരെ സംഭവിക്കുമ്പോൾ പേടിക്കുന്നുണ്ട് അല്ലേ. വഅന ലാ അഖാഫു അൻ അസിയ റബ്ബി, പടച്ചോനെ ഞാൻ എൻ്റെ റബ്ബിനെ എത്ര കാലമായി ഇങ്ങനെ കൊള്ള ചെയ്ത് നടക്കുന്നു, എനിക്ക് ഒരു പേടിയില്ലാതെ നടക്കുന്നു റബ്ബേ. ഫതാബ ഇലല്ലാഹ്, ആ മനുഷ്യൻ നന്നായി. വതാബ മാഹു ജമീഉൽ ലുസൂസ്, എല്ലാ കള്ളന്മാരെ നേതാവും കള്ളന്മാരെല്ലാവരും നന്നായി. ഇസ്തർ ഹാദ തിഫ്ലു, ഈ കുട്ടി പിന്നെ അറിയപ്പെട്ടു ഫീമാ ബഅദു, ഇതിന് ശേഷം ബിസ്മി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ്, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് അറിയപ്പെട്ടു. അഥവാ ഈ കുട്ടിയാണ് പിന്നീട് വലുതായപ്പോൾ ആരായത്? അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്ന മഹാനായ വ്യക്തിയായത്. നമുക്കിവിടെ കഥയിൽ പഠിക്കാനുള്ളത് എന്താണ്? പ്രവർത്തികളെ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ. അങ്ങനെ പറഞ്ഞാൽ അതായത് വാക്കുകൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഒരാളെ പേര് കൊണ്ട് തുടങ്ങുന്ന വാക്കുകളാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പ്രവൃത്തി കൊണ്ടാ തുടങ്ങുക. അതായത് ചായ കുടിച്ചു, പിന്നെ പോയി വന്നു, ഇങ്ങനെയുള്ള വാക്കുകൊണ്ടാ തുടങ്ങും. നോക്കുക, ഫസ്റ്റ് നോക്കുക, ഖറജ തിഫ്ലുൻ ഇലാ ബഗ്ദാദ്. കണ്ടോ, ഇവിടെ എന്താ അർത്ഥം? കുട്ടി പുറപ്പെട്ടു, ബഗ്ദാദിലേക്ക് പുറപ്പെട്ടു. ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക, അർത്ഥം എഴുതാൻ വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഖറജ തിഫ്ലുൻ ഇലാ ബഗ്ദാദ, കുട്ടി ബഗ്ദാദിലേക്ക് പുറപ്പെട്ടു. സാഫറ തിഫ്ലു മഅ ഖാഫിലത്തിൻ, കുട്ടി യാത്രാ സംഘത്തോടൊപ്പം യാത്ര പോയി. അഅതതുഹു ഉമ്മുഹു, ഉമ്മ നൽകി 40 ദീനാറൻ 40 സ്വർണ്ണ നാണയം. അഖദ ജമാഅത്തും മിനൽ ലുസൂസ്, കള്ളന്മാരിൽ നിന്നുള്ള ഒരു സംഘം പിടിച്ചു. അൽ കാഫിലത്ത, യാത്രാ സംഘത്തെ പിടിച്ചു. ഇവിടൊക്കെ നോക്കുക, ഖറജ, സാഫറ, അഅതതുഹു, അഖദ, എല്ലാത്തിൻ്റെ തുടക്കത്തിൽ എന്താണുള്ളത്? ഒരു സാധനത്തിന്റെ പേര് അല്ല, ഒരാളെ പേരും അല്ല, പിന്നെന്താണ്? ഒരു പ്രവൃത്തിയാണ് അല്ലേ. ഖറജ എന്താ? പുറപ്പെട്ടു. സാഫറ യാത്ര പോയി. അഹദ പിടിച്ചു. അഅതതുഹു നൽകി. അപ്പൊ എല്ലായിടത്തും നൽകുക, പിടിക്കുക, പുറപ്പെടുക, ഇതൊക്കെ പറഞ്ഞ് അങ്ങനത്തെ പ്രവൃത്തിയാണ്. എന്തല്ല? പിന്നെ നേരത്തെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച അലി റളിയല്ലാഹു അൻഹു, ഉമ്മ, അബ്, അങ്ങനത്തെ വാക്കാണോ? അല്ല. അപ്പൊ ഇതിനാണ് ഫിഅലിയായ ജുംല എന്ന് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇസ്മിയായ ജുംല. ഞാൻ അപ്പോൾ അന്ന് പേര് പറഞ്ഞിട്ടില്ലായിരുന്നു, ഇപ്പൊ ഞാൻ പറയാണ്. ഇതിനാണ് എന്ത് പറയാ, അതായത് ഒരു പ്രവൃത്തി കൊണ്ട് തുടങ്ങിയതുണ്ട്. ഇതിനെന്ത് പറയും? അൽ ജുംലത്തുൽ ഫിഅലിയ. എന്താ പറയാ? അൽ ജുംലത്തുൽ ഫിഅലിയ. ഇവിടെ നോക്കാം, ഖറഅൽ വലദു, ഖറഅൽ വലദു, കുട്ടി വായിച്ചു. എന്താ വായിക്കുക? അൽ കിതാബ. ഇതാണ് ഉത്തരം, കിതാബ. ബക്ക, കരഞ്ഞു. ഫില്ലൈലി, രാത്രി കരഞ്ഞു. ആരാ കരയ? കുട്ടി കരഞ്ഞു. ബക്ക തിഫ്ലു. പിന്നെ അൽ ഔലാദു ഇലൽ മദ്രസത്തി, കുട്ടികൾ മദ്രസയിലേക്ക് പുറപ്പെട്ടു. ഖറജ അൽ ഔലാദു ഇൽ മദ്രസത്തി. ഇനി അർത്ഥം ഇതാണ്, ഖറജ പുറപ്പെട്ടു, അജാബ ഉത്തരം നൽകി, സഅല ചോദിച്ചു, ബക്ക കരഞ്ഞു. ഇനി ഇവിടെ നോക്കുക, ഇത് പരീക്ഷയ്ക്ക് വരാൻ 100% ഉറപ്പുണ്ട്. ഈ ചോദ്യം എന്തായാലും ഉണ്ടാവും. നിങ്ങൾ 100% ഉറപ്പിച്ചോളൂ, ഈ ചോദ്യം പരീക്ഷയ്ക്ക് വളരെ വളരെ സാധ്യത ഉണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഓർഡർ തെറ്റിച്ച് തന്നിട്ടുണ്ട്. അത് ഓർഡർ ആക്കാനാണ്. ഇവിടെ എന്താ ഉള്ളത്? അസ്സബൂറത്തി, നളറ, ഇല, ഔലാദ്. അപ്പൊ ഇതിൽ ആദ്യം ഏതാ വേണ്ടത്? എങ്ങനെ നോക്കുക? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഫഅല, യഫ്അലു, കതബ, നസറ, അങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ. 3 അക്ഷരത്തിന് ഫത്ത് വരുന്നത് അങ്ങനത്തെ വാക്കാണ് ആദ്യം എഴുതേണ്ടത്. അപ്പൊ ഇതിലേതാ 3 അക്ഷരത്തിന് ഫത്ത് വരുന്നത്? നളറ. അപ്പൊ ആദ്യം പഠിച്ചു വെച്ചോളൂ, നളറയാണ് ആദ്യം എഴുതേണ്ടത്. പിന്നെ അൽ ഔലാദു,
പിന്നെ എന്താണ് ഇല സബ്ബൂറത്തി, അങ്ങനെ വരില്ല. അപ്പൊ നളറൽ ഔലാദു ഇല സബ്ബൂറത്തി പഠിച്ചോ. ഇനി ഇവിടെ നിങ്ങൾ പറയും അൽ മദ്രസത്തി അൽ ബനാത്തു ഇല വസലത്ത്. ഇതിലേതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് തോന്നണേ? ഞാൻ പറയാം. അതായത് കഴിഞ്ഞ 4ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കതബ ഫഅല അതേപോലത്തെ വാക്ക് ഇതിലുണ്ടോ നോക്കുക. ഉണ്ട്. എവിടെ? ഇതാ വസലത്ത് അല്ലേ? അതൊക്കെ മറന്ന നിങ്ങൾ ഫഅല ഫഅല ഫഅലു ഫഅലത്ത് വസലത്ത് കണ്ടോ? അപ്പൊ ഇതാണ് ആദ്യം ഇതിന് വസലത്ത്. പിന്നെ ബനാത്തു വസലത്ത് ബനാത്തു ഇലൽ മദ്രസത്ത്, പിന്നെ ഇല പിന്നൽ മദ്രസത്ത്. അടുത്തത് അദ്ദാരിസൂന കതബ ദർസ്. അപ്പൊ നിങ്ങൾ പറയുന്നതിൽ ഏതാദ്യം ഇതുണ്ട്? കതബ. അപ്പൊ കതബ ദാരിസൂന അദ്ദർസ്. അടുത്തത് നിർബന്ധമായി പഠിക്കുക ദീനാറ് ധനാനീർ, ദീനാറ് ധനാനീർ, ദീനാറ് ധനാനീർ. ലിസ് ലുസൂസ്, ലിസ് ലുസൂസ്. ലിസ് പറഞ്ഞാൽ ഒരു കള്ളന്, ലുസൂസ് പറഞ്ഞാൽ കള്ളന്മാര് കൊള്ളക്കാര്. ലിസ് ലുസൂസ്, ദീനാറ് ധനാനീർ, ദീനാറ് ധനാനീർ. പഠിച്ചില്ലേ? അടുത്തത് എന്താണ്? ഇതിൽ നിന്ന് ഫിഅലിയായ ജുംല കണ്ടെത്താനാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കതബ കൊണ്ടോ ഖറജ കൊണ്ടോ അങ്ങനെ അത് ആദ്യം വരുന്ന വാക്ക്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ഇവിടെ ലൈലത്തു എന്നുള്ളത് അല്ലേ? നമ്മൾ മറ്റേ അന്ന് പഠിച്ച കതബ 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 അതിൽ പെട്ട സംഗതിയാണത്? അല്ല. അപ്പൊ ഇത് പറ്റൂല. എന്നാ ഇവിടെ നോക്കാം. തനസ്സലുൽ മലായികത്തു വറൂഹു ഫിഹ. ഇവിടെ എന്തുകൊണ്ടാണ് തുടങ്ങി തനസ്സലു? ഇത് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. എന്ത്? യഫ്അലു യഫ്അലാനി യഫ്അലൂന. അവിടെ തദ്ഹബു അതേപോലെയാണ് തനസ്സലു. അപ്പോൾ ഇതെന്താണ്? ഇതാണ് ഫീലിയ ജുംല. അടുത്ത കോപ്പി എഴുതാനാണ്. അടുത്ത എന്താണ്? ഈ അർത്ഥം നന്നായി പഠിക്കാൻ, അർത്ഥം എഴുതാൻ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അർത്ഥം അങ്ങനെ കൊടുത്തുള്ളത്. ഖറജ പുറപ്പെട്ടു, യത്തുലുബു തേടുന്നു, ആയത്ത നൽകി, ദീനാറ് ഒരു സ്വർണ്ണ നാണയം. അപ്പം 40 സ്വർണ്ണ നാണയം എന്നുള്ളതിന് നമ്മൾ കണ്ടു അല്ലേ? അടുത്ത സാഫറ യാത്ര പോയി, കാഫിലത്ത് യാത്രാ സംഘം, അഹദ പിടിച്ചു, ലിസ് കള്ളൻ, വന്ന വിചാരിച്ചു, അഹ്റജ പുറത്തെടുത്തു, ഹമല അല പ്രേരിപ്പിച്ചു, ഔസ വസീയത്ത് ചെയ്തു, ബക്ക കരഞ്ഞു, ഖാഫ യഖാഫു പേടിച്ചു, അസ യഅസി ധിക്കരിച്ചു. മനസ്സിലായല്ലോ? അപ്പോൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു ചോദ്യം ഇതാണ്. ഇത് ഓർഡർ ആക്കാനുള്ള ചോദ്യം ഉണ്ടാകും, ജംഅ ചെയ്താനുള്ള ചോദ്യം ഉണ്ടാകും, പിന്നെ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെൻറ്റൻസ് തന്ന് അർത്ഥം എഴുതാൻ തരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നന്നായി പഠിക്കുക. 4ാം ക്ലാസ്സിൽ ലിസാന് പഠിച്ച ആളുകളാണ് നിങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ആ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. എന്നാലേ 5ാം ക്ലാസ് നിങ്ങൾക്ക് എളുപ്പമാകുള്ളൂ. അള്ളാഹു എല്ലാം എളുപ്പമാക്കി തരട്ടെ.